ഭാവിയിൽ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ ആ കുഞ്ഞിൻ്റെ തല ഒരിക്കലും മുട്ടയടിക്കില്ല തീരുമാനിച്ച ഒരാളായിരുന്നു ഞാൻ. പക്ഷേ മൂന്നാമത്തെ മാസം പ്രഗ്നൻസിയിൽ കുറേ പ്രശ്നങ്ങളുണ്ടായി. മാനസികമായിട്ട് ഒരുപാട് തളർന്നിരുന്ന എനിക്ക് ആകെപ്പാടുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത് അമ്പലങ്ങളിലുള്ള നേർച്ചയും അമ്പലത്തിൽ പോക്കുമൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ പ്രശ്നങ്ങൾ വന്നപ്പം ആദ്യം തന്നെ നേർച്ചയായിരുന്നു കേട്ടോ, പളനി കൊണ്ടുപോയി മുട്ടയടിക്കുക എന്നുള്ളത്. അപ്പം ആ ഒരു യാത്രയാണ് ഈ വ്ളോഗ്. ബൈ റോഡ് വഴിയായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 7 to 8 hours എടുത്തു എത്താനായി. വൈകുന്നേരം ഒരു 5 മണി ആ ഒരു ടൈം ആയപ്പോഴാണ് എത്തിയത്. പിന്നെ ഞങ്ങൾ കുളിച്ചൊരു 6 മണിയായപ്പോൾ തന്നെ അമ്പലത്തിലോട്ട് ചെന്നു. എന്നിട്ട് നേരെ മുട്ടയടിക്കാനായിട്ടാണ് ചെന്നിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ആളെ മുട്ടയടിക്കാനായിട്ട്, അതായത് അവൻ ഭയങ്കര കരച്ചിലായിരിക്കുമോ എന്നൊക്കെ ആലോചിച്ചായിരുന്നു ചെന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അമ്പലത്തിലോട്ട് കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ അവനങ്ങ് ഉറങ്ങി. എന്നിട്ട് മുട്ടയടിച്ച് തീർന്നത് വരെ അവൻ ഭയങ്കര ഉറക്കമായിരുന്നു. അതുകൊണ്ട് എന്തോ ഒരു ഭാഗ്യം കിട്ടിയ പോലെ ആയിരുന്നു എനിക്ക് ആ ഒരു സമയം. പിന്നെ ദച്ചൂട്ടൻ്റെ കൂട്ടായിട്ട് അവൻ്റെ അച്ഛനും മുട്ടയടിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ കയറി തൊഴുതിട്ട് ഒരു രാത്രി 8 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നേരെ റൂമിൽ വന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ തിരിച്ച് പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാന്. അപ്പം നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഹോട്ടലിലായിരുന്നു, വേലൻ ടെമ്പിൾ വ്യൂ എന്നും പറഞ്ഞ്. അടിപൊളിയായിരുന്നു. റൂംസ് ഒക്കെ സൂപ്പർ നീറ്റും കംഫർട്ടബിളും നല്ല ആംബിയൻസും ഒക്കെ ആയിരുന്നു കേട്ടോ. എങ്കിലും പളനി പോകാനായിട്ട് പ്ലാനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹോട്ടൽ ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ഗൈസ്.